സർക്കാർ അഭിഭാഷകരുടെ നിയമനത്തിൽ രണ്ട് സംഘടനകളാണ് പ്രധാനമായും പ്രതിഷേധമുയർത്തിയത് പരസ്യമായി രംഗത്തു വന്നത്. ഒന്ന് KSU ആണ്, മറ്റൊന്ന് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ആണ്. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയാണ്, അഭിഭാഷക സംഘടനയാണ്. രണ്ട് സംഘടനകൾ ഉയർത്തിയ പ്രതിഷേധം കേരളത്തിൽ വലിയ ചർച്ചയായി മാറി. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പരസ്യമായി പറയുകയും എന്നാൽ മുഖ്യമന്ത്രി VD സതീശൻ അത് അവഗണിക്കുകയും KSUവിൻ്റെ ലോ കോളേജ് യൂണിറ്റ് കമ്മിറ്റിയല്ല സർക്കാർ നയങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് പരസ്യമായി പറഞ്ഞ് KSUവിനെ തള്ളിപ്പറയുകയും ചെയ്തു. അതിനെതിരെ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പരസ്യമായി പ്രതികരിച്ചിരുന്നു. നേരിട്ട് ആക്രമിക്കാതെ പരോക്ഷമായി VD സതീശനെ വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതിനിടയിലാണ് എറണാകുളത്ത് നടന്ന ഒരു ചടങ്ങിൽ അലോഷ്യസ് സേവ്യറും VD സതീശനും പങ്കെടുത്തത്. എന്നാൽ VD സതീശൻ അലോഷ്യസ് സേവ്യറെ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ കാണാനോ സംസാരിക്കാനോ മുഖം കൊടുക്കാനോ തയ്യാറായില്ല എന്നതും വലിയ വാർത്തയായി വരികയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ KSU ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അടുത്ത ദിവസം കൂടിക്കാഴ്ച നടക്കും. അതോടുകൂടി KSU ഉയർത്തിയ പ്രതിഷേധം ഇല്ലാതാകും എന്ന് കരുതാം. എന്നാൽ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ അഭിഭാഷക സംഘടന ഉയർത്തിയ വിമർശനം അതുപോലെ തുടരുകയാണ് എന്ന് മാത്രമല്ല, ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുഖ്യമന്ത്രിയെ VD സതീശനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. സാബു തൊഴുപ്പാടൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹം ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പറയുന്നു, നന്ദി ബഹുമുഖ്യമന്ത്രി VD സതീശൻ, താങ്കൾ വരികൾക്കിടയിൽ സത്യം പറഞ്ഞു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ILC-ന്റെ മാനം കാത്തു. ILC സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഞാൻ നന്ദി പറയുന്നു. ILC സംസ്ഥാന ഭാരവാഹികൾക്ക് കുനിഞ്ഞുപോയ തലകൾ നിവർത്തി പിടിക്കാനായി. ഗവൺമെൻറ് പ്ലീഡർമാരായി നിയമിക്കപ്പെട്ട SFI-കാരിയുടെയും RSS-കാരൻ്റെയും പേരുകൾ വന്നത് ILC ഹൈക്കോർട്ട് യൂണിറ്റ് നൽകിയ ലിസ്റ്റിൽ നിന്നും എന്ന് സതീശൻ സമ്മതിച്ചു. അത് മതി. ILC ഹൈക്കോർട്ട് യൂണിറ്റിൻ്റെ പ്രസിഡന്റ് അനൂപ് നായരാണ് സതീശൻ്റെ താൽപ്പര്യപ്രകാരം സംസ്ഥാന കമ്മിറ്റി സ്ഥാനമേൽപ്പിച്ച ആൾ. സതീശൻ്റെ സ്വന്തം ആൾ ആണെന്ന് അവകാശപ്പെടുന്ന ഒരുത്തൻ. അത് ശരിയാണെന്ന് സതീശൻ തെളിയിച്ചു. സതീശൻ അനൂപിനെ സ്റ്റേറ്റ് അറ്റോർണിയായി നിയമിച്ചു. പ്രതിമാസ വരുമാനം 5 ലക്ഷം രൂപയ്ക്ക് മേൽ. നിരവധി പ്രഗത്ഭരായ കോൺഗ്രസ് അഭിഭാഷകർ ഹൈക്കോടതിയിൽ ഉള്ളപ്പോഴാണ് താരതമ്യേന ജൂനിയറും ഏറെ മികവ് അവകാശപ്പെടാനും ഇല്ലാത്ത അനൂപ് നായരെ സതീശൻ മേനോൻ സ്റ്റേറ്റ് അറ്റോർണി ആക്കിയത്. അനൂപ് നായർ തയ്യാറാക്കിയ കോൺഗ്രസ് അഭിഭാഷകരുടെ ലിസ്റ്റ് ആണ് ILC സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അയാൾ ഒപ്പിടാതെ കൈമാറിയത്. അത് മുഖ്യമന്ത്രിക്ക് മൊത്തം ലിസ്റ്റ് കൈമാറുന്നതിൻ്റെ തലേ ദിവസം രാത്രി 7 മണിക്ക്. സംസ്ഥാനത്തെ 14 ILC ജില്ലകളിൽ നിന്നും അതാത് പ്രസിഡന്റുമാർ ILC സംസ്ഥാന കമ്മിറ്റിക്ക് ലിസ്റ്റുകൾ ദിവസങ്ങൾക്ക് മുൻപ് നൽകിയെങ്കിലും അനൂപ് നായർക്ക് സമയം കിട്ടിയില്ല. അനൂപ് നായർ കൈമാറിയ ലിസ്റ്റിൽ SFI-കാരിയും RSS-കാരനും കയറിക്കൂടിയത് സതീശൻ്റെ താൽപ്പര്യപ്രകാരം ആണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. അവരെ സംരക്ഷിക്കാനും നിലനിർത്താനും വേണ്ടി രാജാവ് നഗ്നൻ എന്ന് പറഞ്ഞ് KSUവിനെ തള്ളിപ്പറഞ്ഞ് അവഹേളിച്ച സതീശൻ അത് തെളിയിക്കുന്നു. സതീശൻ ചെയ്ത പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം സ്വന്തം തലയിൽ പേറിയാൽ മതി. അത് ILC സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തലയിൽ തള്ളണ്ട. ഞങ്ങൾ അന്തസ്സുള്ള അഭിഭാഷകരാണ്. ILC സ്റ്റേറ്റ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത മികച്ച അഭിഭാഷകരെ അവഗണിച്ച് SFI-കാരിയുടെയും RSS-കാരൻ്റെയും പശ്ചാത്തലവും മികവും തപ്പി സതീശൻ ഏറെ നേരം കളഞ്ഞു. കൂടെ കോൺഗ്രസ്സുകാരനല്ലാത്ത അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബുവും ഉണ്ട്. കഷ്ടം. നേരിട്ട് പതിറ്റാണ്ടുകളായി അറിയാവുന്ന കോൺഗ്രസ് അഭിഭാഷകരെ ഒഴിവാക്കിയതിൻ്റെ കാരണം സതീശൻ പറയണം. SFI-കാരിയെയും RSS-കാരനെയും ILC ഹൈക്കോർട്ട് യൂണിറ്റിൻ്റെ ലിസ്റ്റിൽ തിരികെ കയറ്റിയ ശേഷം അതേ ലിസ്റ്റ് സൂത്ര വഴിയിൽ ILC സ്റ്റേറ്റ് കമ്മിറ്റിക്ക് നൽകിയ അനൂപ് നായരെ സ്റ്റേറ്റ് അറ്റോർണി സ്ഥാനത്ത് നിന്ന് ഉടനടി കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നീക്കം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ILC ഹൈക്കോർട്ട് യൂണിറ്റ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അനൂപിനെ നീക്കം ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റി നിശ്ചയമായും സ്വീകരിക്കണം. ഒരു കാര്യം പറയട്ടെ, സ്വന്തം കുഞ്ഞിൻ്റെ പിതൃത്വം മറ്റൊരാളുടെ തലയിൽ കെട്ടിവയ്ക്കരുത്. ആണത്തം കാണിക്കണം. അഡ്വക്കേറ്റ് സാബു തൊഴുപ്പാടൻ, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ILC എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഉന്നയിക്കുന്ന ആവശ്യം, സർക്കാർ മുന്നിൽ വെക്കുന്ന ആവശ്യം അനൂപ് നായരെ സ്റ്റേറ്റ് അറ്റോർണി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാണ്. അദ്ദേഹത്തെ നിയമിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. 5 ലക്ഷം രൂപയിലധികം വരുമാനം പ്രതിമാസം ലഭിക്കും എന്നാണ് സാബു തൊഴുപ്പാടൻ പറയുന്നത്. അദ്ദേഹത്തെ മാറ്റണം. അനൂപ് നായരെ അവിടെ നിന്ന് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് അറ്റോർണിയായി നിയമിച്ചതിൽ നിന്ന് മാറ്റണം.
എന്ന് പറയുന്നു ILCയുടെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. അതോടൊപ്പം ഹൈക്കോർട്ട് യൂണിറ്റ് പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് നിന്ന് ILCയുടെ ഹൈക്കോർട്ട് യൂണിറ്റ് പ്രസിഡന്റ് കൂടിയാണ് അനൂപ് നായർ. അവിടെ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സംസ്ഥാന നേതൃത്വം അടിയന്തര നടപടി സ്വീകരിക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ വലിയ പ്രതിഷേധം ഇപ്പോഴുമുണ്ട്. ലോയേഴ്സ് കോൺഗ്രസിൽ രണ്ട് വിഭാഗമുണ്ടോ എന്ന സംശയം ഉയരുന്നു. എന്തായാലും സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് ചെറിയ കാര്യമല്ല. അലോഷ്യസ് സേവ്യർ KSU നേതാക്കളും പ്രവർത്തകരും ഒതുങ്ങുമ്പോൾ ഇതാ മറ്റൊരു വെല്ലുവിളി മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്നു. അത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ആണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിലെ അഭിഭാഷകരിൽ വലിയൊരു വിഭാഗം വി.ഡി. സതീശൻ്റെ നിയമനങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പരസ്യമായി തന്നെ അവർ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഈ ചെറിയ സമയത്ത് തന്നെ കോൺഗ്രസിനെ മുഖ്യമന്ത്രിക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്.